ഹലോ മക്കളെ, എല്ലാവർക്കും റാത്ത് തന്നെയല്ലേ. ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതും കോളിഫ്ലവർ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. വളരെ സ്വാദിഷ്ടമായ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുറച്ചധികം വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ടെടുക്കണം. തിളച്ച പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, 1 ടേബിൾ സ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കഴിഞ്ഞതിന് ശേഷം മൂടി വെച്ചിട്ട് 2 മിനിറ്റ് മീഡിയം തീയിൽ ഒന്ന് വേവിച്ചെടുത്ത്. കൂടുതൽ സമയം വെന്ത് പോണ്ട, 2 മിനിറ്റ് മതി. ഇനി ചൂടാറിയിട്ടാകുമ്പോൾ കൈയിട്ട് നമുക്ക് അരിപ്പയിലിട്ട് വെള്ളമെല്ലാം അരിച്ചിട്ടെടുക്കണം. നമുക്ക് ഇതിലേക്ക് വേണ്ട ബാറ്റർ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1/4 കപ്പ് കോൺഫ്ലോറും 1/2 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. പച്ചരിപ്പൊടി ഇട്ട് കൊടുത്തെങ്കിൽ നല്ല കറുമുറാന്നാവും, അതുകൊണ്ട് പച്ചരിപ്പൊടി ഇട്ട് കൊടുത്ത്. ഇനി അരിപ്പൊടി ഇല്ലെങ്കിൽ മൈദ ഉപയോഗിക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഉപ്പ്, ഇത്രയും ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കട്ടിക്കന്നെ ഒന്ന് കലക്കിയിട്ട് എടുക്കണം. പരുവം ശ്രദ്ധിക്കണം, കുറേ ലൂസായി പോണ്ട. നല്ല കട്ടിക്കന്നെ കുഴച്ചിട്ടെടുത്താൽ മാത്രമേ കോളിഫ്ലവറിലേക്ക് ബാറ്റർ നല്ലോണം പിടിച്ച് കിട്ടൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ തന്നെ കലക്കിയിട്ട് എടുക്കണം. പിന്നെ കുറച്ച് കസൂരി മേത്തി ഉണ്ടെങ്കിൽ അത് ഇട്ടിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ വേണ്ട. ഉണ്ടെങ്കിൽ ഭയങ്കര ഫ്ലേവറും ഭയങ്കര മണവും. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിച്ചപ്പലയും മല്ലിച്ചപ്പലെല്ലാം ഇട്ട് കൊടുത്ത്. ഇനി ഊറ്റി വെച്ച കോളിഫ്ലവർ ഉണ്ടല്ലോ, അത് 1 കിലോൻ്റെ കോളിഫ്ലവറാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഇട്ട് കൊടുത്തേ പിന്നെ നല്ലോണം മിക്സാക്കിയിട്ട് എടുക്കണം. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു ടേസ്റ്റ്, നല്ല കറുമുറാന്ന് നല്ല മൊരിഞ്ഞിട്ട് കിട്ടും. ചായൻ്റെ കൂട്ടത്തിലും ചോറിൻ്റെ കൂട്ടത്തിലും എല്ലാം നമുക്ക് ഉപയോഗിക്കാം. ഇനി മിക്സാക്കിയിട്ടായിട്ട് ഒരു 5-10 മിനിറ്റ് അവിടെ മാറ്റിയിട്ട് വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ബ്രെഡ് ഒന്ന് പൊടിച്ചിട്ടെടുക്കണം. 4 പീസ് ബ്രെഡ് ഞാനൊന്ന് പൊടിച്ചിട്ടെടുത്ത്, നല്ലോണം പൊടിയാണ്ട, ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞാൽ മതി. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും 1 നുള്ളു ഉപ്പും 3 കൈപ്പിടി കോൺഫ്ലേക്സ് ഇട്ട് കൊടുത്ത്. ഇനി കോൺഫ്ലേക്സ് ഇല്ലെങ്കിൽ അത് നമുക്ക് ഇടണ്ട, ഇട്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് എന്താക്കാം, ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതിലിട്ട് ഉപ്പും മുളകും കോൺഫ്ലേക്സും ബ്രെഡെല്ലാം ഒരേപോലെ മിക്സ് ആയെങ്കിൽ മാത്രമേ നമുക്ക് മുക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ഒരുപോലെ നമുക്ക് മുക്കാൻ കഴിയൂ. ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് എടുക്കാം. ഒരു കുയ്യുള്ള പാത്രമാണ് എപ്പോൾ നല്ലത്, അപ്പോൾ നല്ലോണം മുങ്ങി കിട്ടും. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ പൊടിയെല്ലാം നല്ലോണം കോളിഫ്ലവറിലേക്ക് മുക്കിയിട്ട് എടുക്കണം. വീഡിയോ കാണുന്ന രീതിയിൽ നല്ലപോലെ പ്രസ്സാക്കിയിട്ട് ഇതിലേക്ക് പിടിപ്പിച്ചിട്ട് കൊടുക്കണം. ആദ്യത്തെ ഒന്ന് കഴിഞ്ഞ് ഇനി ബാക്കിയെല്ലാം നമുക്ക് ഒന്നിച്ച് തന്നെ ഇട്ടിട്ട് നല്ലോണം ഇതിലേക്ക് മുക്കിയിട്ട് എടുക്കുക. എത്രത്തോളം നല്ലോണം മുങ്ങിയിട്ട് കിട്ടിന് അത്രത്തോളം ഈ റെസിപ്പി നല്ലോണം ടേസ്റ്റിയും കറുമുറും ആവും. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. സാധാരണ ഞമ്മ കോളിഫ്ലവർ ഫ്രൈ ആക്കലുണ്ട്, അതന്നെ ടേസ്റ്റ് തന്നെ അല്ലേ. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടൊന്ന് നോക്ക്, ഭയങ്കര ടേസ്റ്റ് തന്നെ. ഇനി എല്ലാം ഞമ്മ ഇങ്ങനെ മുക്കിയിട്ട് എടുക്കണം. എല്ലാം ആയ പിന്നെ നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇപ്പം എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്, എണ്ണ ചൂടാവാനും വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞെങ്കിൽ എണ്ണ ഇട്ടിട്ട് തീ മീഡിയം തീയിലാക്കണം. ഇത് ഉള്ളു വേകാനുണ്ട്, അതുകൊണ്ട് തന്നെ ഫുള്ള് തീയിൽ വെക്കണ്ട, മീഡിയം തീയിലാക്കിയിട്ട് വേവിച്ചിട്ട് എടുക്കണം. പിന്നെ ഞാനിപ്പോൾ വലിയ പീസാക്കിന് കാണാനുള്ളൊരു മൊഞ്ചിരിക്കട്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് മുറിച്ചിട്ട് എടുക്കാം. ഒരു ഭാഗം നല്ല പോലെ ഫ്രൈ ആയിട്ട് വന്നെങ്കിൽ രണ്ടാമത്തെ ഭാഗം തിരിച്ചിട്ട് കൊടുക്കണം. ഇത് 2-3 കൂട്ടം തിരിച്ചും മറിച്ചും ഇട്ടിട്ടാകുമ്പോൾ നല്ലോണം കുക്കാവും, നല്ലോണം വേവും. ഉള്ളിൽ നല്ല പോലെ ബന്ധങ്ങൾ മാത്രമേ ഇത് തിന്നാൻ പാങ്ങുണ്ടാവും. കട്ടൻ ചായയെല്ലാം വെച്ചിട്ട് കുടിക്കാൻ എന്തോ ഒരു ടേസ്റ്റ് തന്നെ. നോമ്പ് തുറക്കുമ്പോൾ ഈ സ്നാക്സ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്ക്. കോളിഫ്ലവർ നല്ലോണം കിട്ടുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമായിട്ടുണ്ടാവും. കുറേ വില കൊടുത്തിട്ടൊന്നും വേങ്ങണം എന്നില്ല, കുറച്ച് പേർക്ക് കിട്ടുന്ന സമയത്തെല്ലാം നിങ്ങൾ ഇതൊരു കാക്കിയിട്ട് നോക്ക് മക്കളെ. ഭയങ്കര ടേസ്റ്റ് തന്നെ. ഒരിക്കൽ ഉണ്ടാക്കിയിട്ട് കഴിച്ചെങ്കിൽ ഞമ്മ എപ്പോഴും ഉണ്ടാക്കിയിട്ട് കഴിക്കും. പിന്നെ കോഴി കൂട്ടാത്ത ആൾക്കാരെല്ലാം ഉണ്ടല്ലോ, ഓർക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെടും. ഇപ്പം നല്ലോണം ഞാൻ കായ്ച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞമ്മക്ക് ഇത് എണ്ണയിൽ നിന്ന് എടുക്കാം.
പിന്നെ ആദ്യം കോളിഫ്ലവർ ഇങ്ങനെ നമ്മൾ തിളപ്പിച്ചിട്ട് എടുക്കുമല്ലോ. അത് എന്തിനെന്ന് പറഞ്ഞെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പുതുവെല്ലാം ഉണ്ടാവും, പച്ച പച്ച പുതുവെല്ലാം ഉണ്ടാവും. അതെല്ലാം ചത്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിളക്കുന്ന വെള്ളത്തിലിട്ടിട്ട് വെക്കുന്നത്. തിളക്കുന്ന വെള്ളത്തിലിട്ടിട്ട് 2 മിനിറ്റ് വേവിച്ചിട്ടാകുമ്പോൾ ഇത് കുറച്ച് കുക്കാവും, കുറച്ച് വേവും, ഒരു പാതി വേവും. അപ്പോൾ പിന്നെ നമുക്ക് കാച്ചിട്ട് എടുക്കുമ്പോൾ കുറച്ച് എളുപ്പമാവും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്നിട്ട് നല്ലോണം 2-3 കൈയിട്ട് എടുത്തിട്ടായിട്ടാണ് ഞമ്മ ഇതിലേക്ക് മസാല പെരക്കേണ്ടത്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം. ഇതാ ഇപ്പം ഞാൻ രണ്ടാമത്തെ ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും 2-3 വട്ടം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലപോലെ കുക്കായിട്ടാകുമ്പോൾ എണ്ണയിൽ നിന്ന് എടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറഞ്ഞെങ്കിൽ കരിഞ്ഞിട്ട് പോണ്ട, അതേപോലെ വേണ്ടാണ്ടും ആയിപ്പോണ്ട. നല്ലോണം ബന്ധെങ്കിൽ മാത്രമേ ഇത് ടേസ്റ്റ് ഉണ്ടാവൂ. അതിനും വേണ്ടിയിട്ട് ഫുള്ള് തീയിൽ വെക്കാനും കഴിയല. പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫുള്ള് തീ കൂട്ടിയെങ്കിൽ ഉള്ളു വേല. അപ്പോൾ ആ ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. വെറൈറ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീഡിയോ കണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യും. അത്രയും ടേസ്റ്റ് ഉണ്ട് ഇത്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കോളിഫ്ലവർ കിട്ടിയാൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കോളിഫ്ലവർ മഞ്ചൂരി ഉണ്ട്, കോളിഫ്ലവർ ഫ്രൈ ഉണ്ട്. ഈ റെസിപ്പി എല്ലാം ഞാൻ നിങ്ങൾക്ക് ഓരോ ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. ഇഷ്ടപ്പെട്ടിട്ടേ എന്നുള്ള കമൻറ്റ് എനിക്ക് അറിയിക്കണം. പിന്നെ കുറേ നല്ല നല്ല റെസിപ്പികൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാ വീഡിയോയും പോയിട്ട് കാണണം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കണം. വീണ്ടും കാണുന്നത് വരെ ജസാക്കല്ലാഹ് ഖൈർ.